ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവുനായയുടെ കടിയേറ്റ് വയോധികയ്ക്ക് ദാരുണാന്ത്യമുണ്ടായത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. തകഴി അരയഞ്ചിറ സ്വദേശി കാർത്യായനി അമ്മയാണ് 81 വയസ്സുള്ള കാർത്യായനി അമ്മയാണ് മരിച്ചത്. അഴീക്കലിൽ പ്രകാശൻ എന്ന മകൻ്റെ വീട്ടിൽ ആയിരുന്നു കാർത്യായനി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് വീടിന് വെളിയിൽ കിടത്തി വീടും ഗേറ്റും പൂട്ടിയാണ് പ്രകാശൻ പുറത്തു പോയതെന്നാണ്. തെരുവുനായയുടെ കടിയേറ്റ് കാർത്യായനി അമ്മയുടെ മുഖം മുഴുവൻ മുറിഞ്ഞു. ഒരു കണ്ണൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു. അവർ കുറേ നേരം രക്തം വാർന്ന ആ മുറ്റത്ത് ആരും നോക്കാനില്ലാതെ ഒരു 2 മണിക്കൂറോളം കിടന്ന് രക്തം വാർന്നാണ് അവർ മരിച്ചത്. ഈ മരിച്ച കാർത്യായനി അമ്മയ്ക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും ഇളയവനായ പ്രകാശിൻ്റെ കൂടെയായിരുന്നു താമസം. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വാർത്തയിൽ, വീടിന് പുറത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടി അതിനകത്തായിരുന്നു കാർത്യായനി അമ്മ താമസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം മകനോട് ചോദിക്കുമ്പോൾ ബബ്ബബ്ബ വെക്കുന്നുണ്ട്. സത്യം എന്തെന്ന് നമുക്കും അറിയില്ല. ഇനി കുറച്ച് നേരമാണോ കിടന്നത്? എന്തായാലും ഇവർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. ഇവർ പുറത്ത് പോയിരിക്കുകയായിരുന്നു. മാത്രമല്ല, കാർത്യായനി അമ്മയെ പുറത്താക്കിയിട്ട് കതക് പൂട്ടിയിട്ടിട്ട് പോകേണ്ട ആവശ്യം എന്താണ് ഇവർക്ക്? ഒരുപക്ഷെ നാട്ടുകാർ പറയുന്നതായിരിക്കും ശരി. കാരണം ഈ പ്രകാശൻ അമ്മയെ പുറത്തെ ഷെഡിലായിരിക്കും ഒരുപക്ഷെ താമസിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഈ പ്രകാശന് ഒരു കാര്യം ഓർക്കണം. ഈ വാർത്ത കാണുന്ന നമ്മളെല്ലാവരും, നമുക്കും ഒരു നാൾ പ്രായമാവും. നമ്മളെന്നും ഇങ്ങനെ ചെറുപ്പക്കാരായിട്ടിരിക്കില്ല. നമ്മുടെ മക്കൾ എന്താ നമ്മളോട് ചെയ്യുക? നമ്മൾ ഈ കാണിക്കുന്നത് കണ്ടിട്ടല്ലേ അവർ വലുതാവുന്നത്. അപ്പം നമ്മൾ ചെയ്തു തന്നെയല്ലേ നമുക്കും തിരിച്ചു കിട്ടുകയുള്ളൂ. എനിക്കറിയില്ല ഈ തലമുറ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. വളരെ കഷ്ടം തോന്നുന്നു. ഒരു 5 മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരണമെങ്കിൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും. അത് അനുഭവിച്ചവർക്കറിയാം. പക്ഷേ ഇനിയുള്ള തലമുറയ്ക്ക് ആര് പറഞ്ഞു കൊടുക്കും? എനിക്കറിയില്ല. എനിക്ക് ഒത്തിരി സങ്കടം വരുന്നുണ്ട് ഈ വാർത്ത ചെയ്യുമ്പോൾ തന്നെ. നിയമപരമായ ശിക്ഷ പ്രകാശനോ മറ്റു മക്കൾക്കോ കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഞാനൊന്നും ഉറപ്പ് പറയാം, നിയമപരമായി നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷേ കർമ്മ എന്നൊന്നുണ്ട്. ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ കർമ്മമുണ്ട് എന്നെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. കർമ്മ അത് തിരിച്ചു തന്നെ കിട്ടും.